നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ലെഗ് ഡേ ആണ്. ലെഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്ന 3 കാര്യങ്ങളിലാണ്. ഒന്ന് എൻഡ്യൂറൻസ്, പിന്നെ ഒന്ന് സ്റ്റെബിലിറ്റി, പിന്നെ ഒന്ന് സ്ട്രെങ്ത്ത്. ഈ 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് എങ്ങനെ ഒരു നല്ല ലെഗ് ഡേ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നൊരു വാമപ്പാണ്. വാമപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിന് സ്ട്രെങ്ത്ത് കൊടുക്കാനും ഈ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മുടെ മസിൽസിനെ വാമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ വാമപ്പ്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യത്തെ വാമപ്പ് എന്ന് പറയുന്നത് ഹിപ്പ് അഡ്ഡക്ഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റാണ്. ഹിപ്പ് അഡ്ഡക്ഷൻ നമ്മുടെ ഇന്നർ തൈ മസിൽസിനെ നല്ലവണ്ണം ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ പെൽവിക് ഫ്ലോറിലെ സ്റ്റെബിലൈസർ മസിൽസ്, അതായത് നമ്മുടെ പെൽവിക് ഫ്ലോറിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി വയ്ക്കുന്ന കുറച്ച് മസിൽസ് ഉണ്ട്. ഈ മസിൽസിനെയൊക്കെ വാമാക്കാനായിട്ട് ഈ അഡ്ഡക്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന 10 റെപ്പറ്റീഷൻ 3 സെറ്റ് വെച്ചിട്ടാണ് ഈ ഹിപ്പ് അഡ്ഡക്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹിപ്പ് അബ്ഡക്ഷനാണ്. അബ്ഡക്ഷനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന മസിൽസ് ഗ്ലൂട്ടിയസ് മീഡിയസ് ആണ്. ഗ്ലൂട്ടിയസ് മീഡിയസ് നമ്മുടെ ഇതുപോലത്തുള്ള കോമ്പൗണ്ട് മൂവ്മെൻറ്റിൽ നമുക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആയിട്ട് പറയാം. അഡ്ഡക്ഷനും അബ്ഡക്ഷനും ഇപ്പോൾ നമുക്ക് എല്ലാ ജിമ്മിലും മെഷീൻസ് അവൈലബിൾ ആണ്. ഒരു ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അഡ്ഡക്ഷനും അബ്ഡക്ഷനും ജിമ്മിൽ തന്നെ മെഷീൻസിൽ ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ജിമ്മിൽ ഇപ്പോൾ മെഷീൻ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്കൊരു റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്വാട്ടാണ്. സ്ക്വാട്ട് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് ഓൾ ലോവർ ബോഡി എക്സസൈസസ് എന്നാണ് സ്ക്വാട്ട് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ലോവർ ബോഡി മസിൽസും വർക്കാവുന്നുണ്ട്, നമ്മുടെ കോറും വർക്കാവുന്നുണ്ട്, നമ്മുടെ ഫുൾ ബോഡി ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ബിഗിനറെ സംബന്ധിച്ച് സ്ക്വാട്ട് ഭയങ്കര പാടാണ് ക്രാക്ക് ചെയ്യാനായിട്ട്. കാരണം സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അനാട്ടമി വ്യത്യാസം അനുസരിച്ച് ഓരോരുത്തർക്ക് ഭയങ്കര പാടായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ അനാട്ടമിയിൽ ലോങ് ലെഗ്സ് ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എനിക്ക് സ്ക്വാട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ആരുടെയും പോലെ സ്ക്വാട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഗ്ലൂട്ട്സ് താഴത്തേക്ക് പോകുന്നുണ്ടോ, അത്യാവശ്യം ടെൻഷൻ ഗ്ലൂട്ട്സിൽ വരുന്നുണ്ടോ, കോർ എൻഗേജ് ആവുന്നുണ്ടോ, ചെസ്റ്റ് മുകളിലേക്കാണോ ഇരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത്. പിന്നെ കോർ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഭയങ്കര പാടുള്ള കാര്യമല്ല. നമ്മളെപ്പോഴും നമ്മൾ ആരോ ഇടിക്കാൻ വരുന്ന പോലെ, നമ്മളൊരാളെ ഇടിക്കാൻ വരുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുമോ അതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ കോറ് ടൈറ്റ് ആവും. അപ്പോൾ ആ ടൈറ്റ്നെസ്സിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്താൽ മതി. 25 റെപ്പറ്റീഷൻ 3 സെറ്റിലേക്ക് ഒരു ബിഗിനറെ സംബന്ധിച്ച് നല്ലൊരു മെത്തേഡാണ് ഫോളോ ചെയ്യാനായിട്ട്. ഒരു ബിഗിനർ ആണെങ്കിൽ 3 സെറ്റ് 25 റെപ്പറ്റീഷൻ ചെയ്താൽ നമുക്ക് അത്യാവശ്യം സ്ക്വാട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നാൾക്കുള്ളിൽ. പിന്നെ അത്യാവശ്യം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും, വെയിറ്റൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എൻ്റെ മെത്തേഡിലെന്ന് പറയുമ്പോൾ 10 റെപ്പറ്റീഷൻ ഏറ്റവും താഴെ വരെ പോയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യും. അത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ബാറിലായിരിക്കും ഞാനത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രീ ബാറിനകത്ത് പിന്നെ വെയിറ്റ് ഇടും. വെയിറ്റ് ഇട്ടിട്ടും ഇതുപോലെ 10 റെപ്പറ്റീഷൻ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഈ സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഫുള്ള് നമ്മൾ കളയത്തില്ല. കാരണം നമുക്ക് ഇനി അടുത്ത സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വെയിറ്റ് സെറ്റുകൾ 2 ഞാൻ ചെയ്യുന്നത്. അത് രണ്ടും ഒരേ വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 25 കിലോയുടെ കൂടെ ഒരു 20 കിലോയും കൂടി എക്സ്ട്രാ ആയിട്ട് 2 സൈഡിലും ഏകദേശം 110 കിലോ വെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 110 കിലോ വെയിറ്റിൽ 4 റെപ്പറ്റീഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 4 റെപ്പറ്റീഷൻ പക്ഷേ ഫുൾ ഫോമിൽ ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെറ്റും കൂടി ഇതേപോലത്തെ 4-5 റെപ്പറ്റീഷൻ വരുന്ന ഒരു സെറ്റും കൂടി ഞാൻ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വെയിറ്റ് നമ്മൾ പുഷ് ചെയ്യുക, നമ്മുടെ ലെഗിൻ്റെ മാക്സിമം ഫാറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. ഇനി അടുത്തായിട്ട് ഈ സ്ക്വാട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം നമ്മുടെ കാല് ഭയങ്കര സെറ്റാവും. കാരണം ഇത് നമ്മുടെ കാലിലെ എല്ലാ മസിൽസിനെയും വർക്ക് ചെയ്യിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്ന ഒരു എക്സസൈസാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷൻ. ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യുന്നത് സിംഗിൾ ലെഗ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സിംഗിൾ ലെഗിൽ ആദ്യം ഒരു കാല്, ഒരു റൈറ്റ് ലെഗ് മാത്രം ഉപയോഗിച്ച്, ഇപ്പോൾ റൈറ്റ് ലെഗാണ് എൻ്റെ വീക്ക് ലെഗ്, അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ലെഗ് എടുക്കുന്നത്. ഏറ്റവും വീക്കസ്റ്റ് ലെഗാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ മസിൽ ഇംബാലൻസ് കുറഞ്ഞു കിട്ടും. കാരണം നമ്മുടെ വീക്കസ്റ്റ് ലെഗും സ്ട്രോങ് ലെഗും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ, ആ അന്തരത്തിനെ നമ്മൾ എന്താ പറയുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ വലതുകാലം വെച്ചിട്ട് ഞാൻ 8 റെപ്പറ്റീഷൻ ചെയ്യും. 8 റെപ്പറ്റീഷൻ ചെയ്ത് പിന്നെ അടുത്ത് 7 ആയിരിക്കും, പിന്നെ 6 ആയിരിക്കും, 5, 4, 3, 2, 1 അങ്ങനത്തെ ഒരു കണക്കിലേക്ക് ഞാൻ താഴത്തേക്ക് ഡിക്രീസിങ് ഓർഡറിലാണ് ഒരു കാലിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത കാല് ഞാൻ എടുക്കും. കാരണം ഓൾറെഡി എനിക്കറിയാം ഈ ലെഗ് സ്ട്രോങ് ആണെന്ന്. ഓരോരുത്തരുടെ അനാട്ടമി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ചിലപ്പോൾ ലെഫ്റ്റ് ലെഗിനേക്കാളും സ്ട്രോങ് റൈറ്റ് ലെഗ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ഓപ്പോസിറ്റ് രീതി തുടങ്ങുക.
ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് തുടങ്ങി. ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന 8 റെപ്പറ്റീഷൻ, സെയിം ഈ കാലിൽ എന്തോരം വെയിറ്റ് അടിച്ചോ അതേ വെയിറ്റ് തന്നെ ഈ കാലിനും കൂടി അടിക്കും. ആദ്യം 8 റെപ്പറ്റീഷൻ, പിന്നെ 7 റെപ്പറ്റീഷൻ, പിന്നെ 6, 5, 4, 3, 2, 1 അങ്ങനത്തെ ഒരു ഫോർമുലയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്വാഡ്രിസെപ്സും ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണേ കേൾസാണ്, ലെഗ് കേൾസ്. അത് സീറ്റഡ് ലെഗ് കേൾസ് ആണ് ഞാൻ ചെയ്യുന്നത്. സീറ്റഡ് ലെഗ് കേൾസ് ആണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലൈങ് ലെഗ് കേൾസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാം. ഈ സീറ്റഡ് ലെഗ് കേൾസ് ചെയ്യുമ്പോൾ ഞാൻ 2 കാലും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതേ സെയിം മെത്തേഡ് 8 റെപ്പറ്റീഷൻ, അത് കഴിഞ്ഞിട്ട് 7, 6, 5, 4, 3, 2, 1 ഈ രീതിയിൽ ഡിക്രീസിങ് ഓർഡറിലാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പമ്പ് എനിക്ക് ഈ മെത്തേഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം എപ്പോഴും കൗണ്ട് ചെയ്യണേ എൻ്റെ മെൻ്റൽ സംഭവമാണെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇത്ര റെപ്പറ്റീഷൻ അല്ലാണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരും. പക്ഷേ സ്റ്റിൽ എനിക്കിത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹിപ്പ് ത്രസ്റ്റ് ആണ്. ഹിപ്പ് ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്സിനും നല്ലൊരു എക്സസൈസാണ്. അതുപോലെ നമ്മുടെ കോറും എൻഗേജ് ആവുന്നുണ്ട്, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസും എൻഗേജ് ആവുന്നുണ്ട്. ഈ ഇത്രയും എൻഗേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്താ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൽവിക് ഫ്ലോർ എക്സസൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോർമോൺസ്, അതായത് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ പമ്പ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പോൾ നമ്മൾ മാക്സിമം ഹിപ്പ് ത്രസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽസൊക്കെ പമ്പാവുകയും നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ റിലീസ് കുറച്ചും കൂടി അടിപൊളിയാവുകയും നമ്മുടെ ഗ്ലൂട്ട്സും ഹാംസ്ട്രിങ്സും നന്നായിട്ട് വലുതാവുകയും കൂടി ചെയ്യും. ഇത് സ്ട്രെങ്ത്തിനും പ്യുവർ എന്താ പറയുക മസിലിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന 3 സെറ്റാണ്. 10 റെപ്പറ്റീഷൻ മുതൽ 15 റെപ്പറ്റീഷൻ വരെ പോകാറുണ്ട്. എല്ലാം സെയിം വെയിറ്റ് ഇട്ട്, മാക്സിമം നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഇടാൻ പറ്റുമോ അത്രയും വെയിറ്റ് ഇട്ടിട്ട് 3 സെറ്റും ഒരേ വെയിറ്റ് തന്നെ ചെയ്യുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ്, ഓവർ വെയിറ്റ് ഇടാതെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, അതുകൊണ്ട് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഈ ഹിപ്പ് ത്രസ്റ്റിന് മെഷീൻ നിങ്ങളുടെ ജിമ്മിൽ ഇല്ല എന്ന് വിചാരിച്ചാലും ബാർ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വലിയൊരു ഡമ്പൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഹിപ്പ് ത്രസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ പിന്നെ ഞാൻ ഒരിക്കൽ പോസ്റ്റ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് പിസ്റ്റൾ സ്ക്വാട്ട്സ് ആണ്. പിസ്റ്റൾ സ്ക്വാട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസാണ്. ഭയങ്കര അടിപൊളി എക്സസൈസാണ്. ഞാൻ ഈ പറയുന്ന സ്ക്വാട്ടിനേക്കാളും ഒരുപാട് എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയൊരു എക്സസൈസാണ് പിസ്റ്റൾ സ്ക്വാട്ട്സ്. ഈ പിസ്റ്റൾ സ്ക്വാട്ടിൽ ഞാൻ ഫുൾ പിസ്റ്റൾ സ്ക്വാട്ടല്ല ചെയ്യുന്നത്. ഒരു എന്താ പറയുക ബോക്സ് എടുത്തിടും, ആ ബോക്സിന് മുകളിൽ ഞാൻ കയറി നിൽക്കും, അതിൻ്റെ ഒരു കാലം കൊണ്ട് താഴെ പോവും, സ്ക്വാട്ട് ചെയ്യും, തിരിച്ചു വരും. ഈ സിംഗിൾ ലെഗ് വർക്കൗട്ട്സ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്റ്റെബിലിറ്റീനെ ഇത്രയും അടിപൊളിയാക്കണ വേറെ ഇതുണ്ടാവില്ല. കാരണം നമ്മുടെ ബോഡി ബാലൻസും നമ്മുടെ സ്റ്റെബിലിറ്റിക്കും സിംഗിൾ ലെഗ് വർക്കൗട്ട് അല്ലെങ്കിൽ ഐസോമെട്രിക് വർക്കൗട്ട്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഓരോ ലെഗിനും 3 സെറ്റ് വീതം 10 റെപ്പറ്റീഷനാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ബാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭിത്തിയിൽ ചാരി നിന്നിട്ടാണെങ്കിൽ ട്രൈ ചെയ്ത് പഠിക്കേണ്ട വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ സ്ക്വാട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു എക്സസൈസ് വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് സ്ക്വാട്ടിനേക്കാളും ഒരുപാട് പാടാണ്, നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാഫ് റേസസ് ആണ്. കാഫ് റേസസ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഡോങ്കി കാഫ് റേസസ് ആണ്. ഡോങ്കി കാഫ് റേസസ് ആർ മച്ച് സുപ്പീരിയർ ദാൻ നോർമൽ കാഫ് റേസസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാസ്ട്രോണിമിയസ് മസിൽ അങ്ങനെയുള്ള താഴത്തുള്ള എല്ലാ മസിലും, കാഫിൻ്റെ എല്ലാ മസിലും സോളിയസ് ആൻഡ് ഗാസ്ട്രോണിമിയസ് രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി എക്സസൈസാണ് നമ്മുടെ ഈ ഡോങ്കി കാഫ് റേസസ്. ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് എന്താ പറയുക, ചില ആൾക്കാരുടെ ജിമ്മിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ മെഷീൻസുള്ള. പക്ഷേ എല്ലാ ജിമ്മിലും ഇത് ഉണ്ടാവണമെന്നില്ല. എന്നാലും നമ്മുടെ ജിമ്മിൽ ഒരു സ്മിത്ത് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. കാരണം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 സെറ്റ് ചെയ്യും. 25 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാഫ് അടിപൊളി പമ്പ് കിട്ടും. നമ്മുടെ കാഫിൻ്റെ എല്ലാ മസിൽസും വർക്ക് ചെയ്യാൻ നമ്മളൊരു വീഡിയോ എടുത്താൽ പോലും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി എക്സസൈസാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സംഭവമാണ്. ഇത് റണ്ണിങ് ആണ്. ഇത് എൻഡുറൻസിന് വേണ്ടിയിട്ട്. നമ്മുടെ എല്ലാ പോയിന്റുകളും കഴിഞ്ഞു. ഒന്ന് സ്ട്രെങ്ത്ത്, പിന്നെ സ്റ്റെബിലിറ്റി, പിന്നെ എൻഡുറൻസ്. പിന്നെ 3ാമത്തെ എൻഡുറൻസ്. അപ്പോൾ എൻഡുറൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന റണ്ണിങ് ആണ്. റണ്ണിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഇത്രയും വർക്കൗട്ട് ചെയ്ത് നല്ല ടയർഡാണ്. ഓൾറെഡി അറിയാം, നമ്മൾ സ്ക്വാട്ടോ ലെഗ് ഡേയുടെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യം നമ്മൾ ടയർഡാവും. പക്ഷേ ഈ ലെഗ് ഡേയിൽ ഞാൻ റണ്ണിങ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഞാൻ ഒരു 30 സെക്കൻഡ് റൺ ചെയ്യും, 30 സെക്കൻഡ് റൺ ചെയ്യും, 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യും. എനിക്ക് ഓടാൻ പറ്റുന്ന ഒരു മാക്സിമം സ്പീഡ്, അതായത് ഞാൻ ഏറ്റവും സ്പ്രിൻറ്റ് ചെയ്യുന്ന സ്പീഡിലാണ് എൻ്റെ ട്രെഡ്മിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ആ സ്പ്രിൻറ്റ് ചെയ്യുന്ന സ്പീഡിൽ 30 സെക്കൻഡ് ഞാൻ ഓടും, എന്നിട്ട് 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കും.
പിന്നെ 30 സെക്കൻഡിന് ഓടും, 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കും, 30 സെക്കൻഡ് ഓടും, 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കും. അങ്ങനെ 3 സെറ്റ് മിനിമം ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എൻഡുറൻസ് പയ്യെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആദ്യത്തവണ ചെയ്യുമ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ആദ്യത്തവണ ചെയ്യുമ്പോൾ നമ്മൾ അണച്ചു പോകും, നമ്മൾ 2 സെറ്റ് തീരും. പക്ഷേ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ലെഗ് ഡേയിൽ നമ്മളിതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല എൻഡുറൻസ് പയ്യെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു 8 സെറ്റൊക്കെ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു റണ്ണറിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം നമുക്ക് സ്പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇഞ്ചുറിയും കുറയും, നമ്മുടെ കാല് ഗ്രോ ആവും, ഇഞ്ചുറിയും കുറയും ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഒരുപാട് ഫറ്റീഗ് ആവില്ല. കാരണം നമ്മൾ റണ്ണിങ് അല്ലാണ്ട് ഒരു 10 കിലോമീറ്റർ റണ്ണ് അങ്ങനത്തെ ഉള്ള റണ്ണ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഭയങ്കരമായിട്ട് ഫറ്റീഗും വരും. പിന്നെ നമുക്ക് അതിനുള്ള സ്റ്റാമിന എല്ലാവർക്കും ഉണ്ടാവണവരുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നല്ല അടിപൊളി എക്സസൈസാണ് നമ്മുടെ കാല് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ. സീ യു നെക്സ്റ്റ് ടൈം.